നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റീഡിങ്ങിലൂടെ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എപ്പോഴാണ് നടക്കുക എന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ കണ്ണുകളടച്ച് നിങ്ങളുടെ ഇഷ്ടദേവതയെ നന്നായിട്ട് പ്രാർത്ഥിച്ച് നിങ്ങളുടെ മനസ്സിൽ നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം വിചാരിക്കുക. ശേഷം കണ്ണുകൾ തുറന്ന് ഇവിടെ തന്നിരിക്കുന്ന 2 നമ്പറുകളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു. ഇനി നിങ്ങൾ മനസ്സിലാഗ്രഹിച്ച ആ ഒരു കാര്യം എപ്പോൾ നടക്കും എന്ന് നോക്കാം. നിങ്ങൾ 1 എന്ന നമ്പറിനോട് ചേർന്നിരിക്കുന്ന പൂവാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എപ്പോൾ നടക്കുമെന്ന് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സന്തോഷ വാർത്ത വന്നു ചേരാൻ പോകുന്നു എന്ന് നിങ്ങളുടെ ഫലം ഇവിടെ കാണുന്നുണ്ട്. അത് ചിലപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ടതോ വിവാഹവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ നിങ്ങൾ ഏറെ നാളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു കാര്യം നടന്നു കിട്ടുന്നതോ ആവാം. അതായത് നിങ്ങളിപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം 3 മാസത്തിനുള്ളിൽ തന്നെ നടന്നു കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ കാണുന്നുണ്ട്. ഇനി നിങ്ങൾ നന്നായി പരിശ്രമിക്കുന്നവരാണെങ്കിൽ ഒരുപക്ഷെ 1 മാസത്തിനുള്ളിൽ തന്നെ നടന്നു കിട്ടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ ഇനി നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല, സങ്കടപ്പെടേണ്ടി വരില്ല. നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നു ചേരുന്നതാണ്. അതുപോലെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിപ്പോൾ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലെ ഏതെങ്കിലും പ്രശ്നങ്ങൾ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ മൂലം നിങ്ങൾ വല്ലാത്ത മാനസിക വിഷമം അനുഭവിക്കുന്നവരാണെങ്കിൽ അതെല്ലാം മാറി നിങ്ങളിൽ സന്തോഷവും സമാധാനവുമെല്ലാം ഉടൻ തന്നെ വന്നു ചേരുന്നതാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് 1 എന്ന നമ്പർ തിരഞ്ഞെടുത്ത നിങ്ങളുടേതിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്ന പലരും നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നിവിടെ കാണുന്നുണ്ട്. അതൊരു പക്ഷേ നിങ്ങളോട് കൂടുതൽ അടുപ്പമുള്ളവർ തന്നെയാകാം. അതൊരു പക്ഷേ നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയാവുന്ന കാര്യമാണ്. അതുപോലെ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണ് നിങ്ങൾ. ഈ ഒരു സ്വഭാവം പലപ്പോഴും നിങ്ങളെ തന്നെ മോശമായി ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ക്ഷമാശീലമുള്ളവരാവുക. ക്ഷമ നിങ്ങളുടെ ജീവിതത്തിൽ പല നേട്ടങ്ങളും നേടിത്തരുന്നതാണ്. നിങ്ങളുടെ ഫലം ഇവിടെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം അധികം വൈകാതെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുമെന്ന് തന്നെയാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഒപ്പം പരിശ്രമിക്കുക. ഇനി 2 എന്ന നമ്പറിനോട് ചേർന്നിരിക്കുന്ന പൂവാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എപ്പോഴാണ് നടക്കുന്നത് എന്ന് നോക്കാം. ഈശ്വരാനുഗ്രഹം ഉള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. നിങ്ങളുടെ ഫലം ഇവിടെ കാണുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ നിങ്ങളെ മാനസികമായി തളർത്തുന്നുണ്ട്. അതുപോലെ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമൊക്കെ ശത്രുക്കളുണ്ട് നിങ്ങൾക്ക്. ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് വിഷമം വരാറുണ്ട് നിങ്ങൾക്ക്. നിങ്ങളുടെ ഈ ഒരു ബലഹീനത പലരും മുതലെടുക്കുന്നുണ്ട്. മനഃപൂർവ്വം തന്നെ പല കാരണങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ പലരും മുതലെടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ മനസ്സിൽ പല കണക്ക് കൂട്ടലുകളും ഉണ്ടെങ്കിലും ആരുടെയും മുന്നിൽ അത് പ്രകടിപ്പിക്കുവാനുള്ള ഒരു മനോധൈര്യം നിങ്ങൾക്കില്ല. അതായത് നിങ്ങളെ വേദനിപ്പിച്ചവരോട് പ്രതികാരം ചെയ്യണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചാലും അവരെ നേരിൽ കണ്ടു കഴിയുമ്പോൾ നിങ്ങളെല്ലാം മറന്ന് അവരോട് സ്നേഹത്തോടെ പെരുമാറുന്നു. അത് നിങ്ങളുടെ മനസ്സിൽ കളങ്കമില്ലാത്തതുകൊണ്ടാണ്. നിഷ്കളങ്കമായ ഒരു മനസ്സ് നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എന്നാൽ അതെപ്പോൾ എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ല. അതായത് നിങ്ങളുടെ പ്രാർത്ഥനയും പരിശ്രമവും പോലെയിരിക്കും വിജയവും. നിങ്ങൾ നന്നായി പരിശ്രമിച്ചാൽ വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ കാത്തിരിക്കുന്നത് ഏതെങ്കിലും വ്യക്തികൾക്കായിട്ടാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും രീതിയിലുള്ള തീരുമാനങ്ങൾക്ക് വേണ്ടിയൊക്കെ ആണെങ്കിലും
അതെല്ലാം നടന്നു കിട്ടുന്നതാണ്. എന്നാൽ അതെപ്പോൾ എന്ന് പറയാൻ കഴിയുന്നില്ല. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരാൻ ചിലപ്പോൾ ഇനിയും സമയമെടുത്തേക്കാം. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. എന്തായാലും കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ല. നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഒപ്പം പരിശ്രമിക്കുക.